സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ടനു, എഴുന്നേക്കണ്ട. നീ കിടന്നോ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. കടയില് കുറച്ച് വർക്കുണ്ടായിരുന്നു. വീട്ടിൽ പോയി അച്ഛനെ കണ്ട ശേഷം ഞാൻ നേരെ കടയിലേക്ക് വന്നു. അവിടെ നിന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചോ? കുറച്ചു മുമ്പ് അച്ഛൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ അല്ലേ? അല്ല, അന്ന് തന്നെയാണല്ലോ രഘുവിന്റെ ബ്ലേഡ് കമ്പനിയുടെ ഉദ്ഘാടനവും. അവൻ ചിലപ്പോ അച്ഛനെ വിട്ടില്ലെങ്കിലോ? അച്ഛനെ അങ്ങനെ ആർക്കും തടഞ്ഞു വെക്കാനൊന്നും പറ്റില്ല. ഇന്ദ്രേട്ടനോട് അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും. ആ, അത് മതി. എന്താനു, വയറുവേനിക്കുണ്ടോ? ഏയ്, കുഴപ്പമില്ല. നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ഇന്ന് ഒരുപാട് ജോലി ചെയ്തോ? ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇന്ദ്രേട്ട? ഇതുവരെ ചെയ്ത് ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വയറിന്റെ ഈ ഭാഗത്ത് നല്ല വേദനയോ. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ ഇന്ദ്രേട്ട? ഞാനതൊക്കെ സഹിക്കാൻ തയ്യാറോ? സഹിക്കാൻ പറ്റാത്തത് രാശിയില്ലാത്ത ജന്മെന്ന് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ ഞാൻ കേൾക്കെ അമ്മ പ്രാഗയും ശപിക്കുകയൊക്കെ ചെയ്യുമ്പോഴാ എന്നെ അമ്മ എന്തും പറഞ്ഞോട്ടെ. പക്ഷെ ഒന്നും അറിയാത്ത ജീവന്റെ തുടിപ്പ് മാത്രമായ നമ്മുടെ കുഞ്ഞിനെ അനു, നീ കരയില്ലേ? അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അതിനെ അങ്ങനെ കണ്ടാ മതി. അമ്മ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ കുഞ്ഞ് ജനിച്ച അതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അമ്മയായിരിക്കും. അപ്പോ ഈ ജീവനെ ചുമന്നുകൊണ്ട് ഞാൻ എന്തും കേട്ടോളെന്നാണല്ലേ? ഇന്ദ്രേട്ടനറിയോ, വയറ്റ് വളരുന്ന കുഞ്ഞിന്റെ കാതും കണ്ണും മനസ്സും ഒക്കെ അതിന്റെ അമ്മയാ. അമ്മ അനുഭവിക്കുന്ന സങ്കടം കുഞ്ഞും അനുഭവിക്കും. അതുകൊണ്ടാ ഗർഭിണികളെ ബന്ധുക്കൾ എപ്പോഴും കൂടെ നിന്ന് പരിചരിക്കുന്നതും മനസ്സിൽ സന്തോഷം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ. എനിക്കിതൊന്നും വേണ്ട. കൂടെ നിൽക്കണ്ട, ചേർത്ത് പിടിക്കണ്ട. ആരും ഇല്ലാത്ത കുഞ്ഞിനെ പോലെ എന്റെ കുഞ്ഞിനെ തള്ളി പറയാതിരുന്നാ മാത്രം മതി. അങ്ങനെ ഇന്ദ്രനേക്കാൾ വലിയ സെറ്റപ്പിൽ രഘു ഫിനാൻസ് കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അവനൊന്ന് ഞെട്ടിക്കാണുമല്ലേ? രഘു ഇപ്പോഴും കാറ്ററിംഗ് കമ്പനിയിൽ തന്നെ ഒതുങ്ങിക്കൂടുമെന്ന് കരുതിയ അവൻ വീട്ടിൽ വന്നത്. എന്തായാലും ഇങ്ങനൊരു മാറ്റം അവൻ തീരെ പ്രതീക്ഷിച്ചു കാണില്ല. ഇനിയും മാറണം രഘു. ഇന്ദ്രന് ബിസിനസ് ചെയ്യാൻ നീ ഫൈനാൻസ് ചെയ്യുന്ന അത്ര ഉയരത്തിൽ രഘു എത്തണം. എത്തും. ജയ, നമ്മുടെ ഈ കൂട്ടുകെട്ട് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. എങ്കിൽ ഇന്ദ്രൻ എന്റെ മുമ്പിൽ തല പൊക്കില്ലായിരുന്നു. ഇപ്പോഴും താമസിച്ചിട്ടില്ല രഘു. പക്ഷേ നമ്മുടെ അടിത്തറ ഒന്നുകൂടി ഉറപ്പിക്കാൻ കുറച്ച് പണം കൂടി നീ സംഘടിപ്പിക്കേണ്ടി വരും. ഇനി എവിടുന്ന ജയ എന്റെ കയ്യിൽ പണം? മൊത്തം 10 ലക്ഷം ഞാൻ ഇട്ടില്ലേ? അതുപോലെ അതില് കുറെ കാശ് ഓഫീസ് സെറ്റപ്പിനും മറ്റും പോയില്ലേ രഘു? ഉദ്ഘാടനം കൂടി കഴിയുമ്പോ ബിസിനസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു 7 ലക്ഷം രൂപയെ കാണും. നമുക്ക് അതിൽ തുടങ്ങാൻ ചെയ്യാം. അല്ലാതെ ഞാൻ വിചാരിച്ച തൽക്കാലം എവിടുന്ന് കാശ് സംഘടിപ്പിക്കാൻ പറ്റില്ല. നീ വിചാരിച്ചാലൊക്കെ പറ്റും. അതിനുള്ള വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി സ്വന്തം കാശ് കൊണ്ടല്ല രഘു ബിസിനസ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് സ്വീകരിച്ച എന്നുവെച്ചാ തുച്ഛമായ ബാങ്ക് ഇൻട്രസ്റ്റിനെ പണം ഡെപ്പോസിറ്റ് ചെയ്തവരെ കണ്ടെത്തി കൂടുതൽ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്ത് അവരുടെ അക്കൗണ്ടിലെ പണം
നമ്മുടെ ഫിനാൻസ് കമ്പനിയിലേക്ക് മാറ്റണം. എന്നിട്ട് ആ പണം ഫീൽഡിൽ ഇറക്കിയിട്ട് വേണം കളിക്കാൻ. ഒരു ഫിനാൻസ് കമ്പനിയുടെ റൂളിലൊന്നും പെടാത്ത ചില പിൻവാതിൽ കളികളുണ്ട്. രാവിലെ 1 ലക്ഷം കൊടുത്താ വൈകിട്ട് 1:10 തിരിച്ചു കിട്ടും. സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് കണ്ട് നമ്മൾ തന്നെ അന്തം വിട്ടുപോകും രഘു. പക്ഷേ നമ്മളെ വിശ്വസിച്ച ആരെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഇത്രയും വലിയ തുകയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുവോ ജയ? എന്നെ നിന്നെ വിശ്വസിച്ച് ചെയ്യില്ല. പക്ഷേ നാട്ടുകാർക്ക് മുഴുവൻ വിശ്വാസവും ബഹുമാനവും ഉള്ള ഒരാള് രഘുവിന്റെ വീട്ടിലുണ്ട്. അനന്തൻ മാഷ്. അനന്തൻ മാഷ് നിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് എത്ര ലക്ഷം വേണേലും കിട്ടും രഘു. വല്യേച്ചി ഒന്ന് വേഗം, എന്റെ ബസ് പോവും. ദേ ചേച്ചിക്ക് വേറെ ബസ് ഉണ്ട്. ഞാനും ഇന്ന് നിന്റെ ഒപ്പം തന്നെയാ വരുന്നത്. നീ വെറുതെ തിരക്ക് കൂട്ടണ്ട, ബസ് ഒന്നും മിസ്സാവില്ല. ഇതാ മഞ്ചാടി മോളെ, ഞാൻ കാരണം നീ ലേറ്റ് ആവണ്ട. ആ ഇറങ്ങിയോ? ദേ നിനക്ക് ഇൻവിറ്റേഷൻ കാർഡ് വേണോന്ന് നീ പറഞ്ഞിരുന്നില്ലേ? ദാ. എനിക്കും വേണം രഘുവേട്ടാ, എന്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നാ നീ ഒന്ന് വെച്ചു. തിങ്കളാഴ്ച ഞാൻ ലീവ് എടുക്കേണ്ടി വരൂ രഘുവേട്ടാ. പിന്നെ മഞ്ചാടി മോളെ, നീ ഒന്ന് സ്കൂളിൽ പോകണ്ട കേട്ടോ. അതിനല്ല ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങിയത്. ആദ്യം ക്ലാസ് ടീച്ചറിന് തെളിവ് കൊടുക്കണം. വാ മഞ്ചാടി പോവാം. വല്യേച്ചി പോട്ടെ. പോയിട്ട് വാ മോളെ. ചിലങ്കേച്ചി ടാറ്റാ. ആ പോയിട്ട് വാ. അച്ഛാ ഞാൻ പോയിട്ട് വരാം. അച്ഛൻ ഞാനും. ആ ശരി ശരി ആയിക്കോട്ടെ, സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ടാറ്റാ. ടാറ്റാ. രഘുവേട്ടാ ചായ. അമ്പളേച്ചി ഇത് അച്ഛന് കൊടുക്കോ, എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇങ്ങതാ. അച്ഛാ ചായ. ആ അമ്മാവിനെന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും തിരക്കുണ്ടോ? എന്താ? ഫൈനാൻസ് കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ചിലരെയൊക്കെ ക്ഷണിക്കാൻ അമ്മാവും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ക്ഷണിക്കുമ്പോ അതിനൊരു ഗൗരവമൊക്കെ ഉണ്ടാവും. കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ ക്ഷണിക്കാൻ ഇത് കുടുംബത്തിൽ നടക്കുന്ന കല്യാണമൊന്നും അല്ലല്ലോ. എന്റെ മകളുടെ കല്യാണത്തിന് പോലും പലരെയും ഞാൻ ക്ഷണിച്ചത് ഫോണിലൂടെ. എല്ലാവരുടെ അടുത്തും അമ്മാവും വരണമെന്നല്ല പറഞ്ഞത്. ഒരു നല്ല 4-5 പ്രധാനപ്പെട്ട ആൾക്കാരുടെ അടുത്ത് മാത്രം വന്നാ മതി. ഈ ഫൈനാൻസ് കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഡെപ്പോസിറ്റേഴ്സിന്റെ ബലത്തിലാ. നമുക്കും നല്ല കുറച്ച് ഡെപ്പോസിറ്റേഴ്സിനെ വേണം. അമ്മാവനൊന്ന് മനസ്സ് വെച്ചാ അത് എളുപ്പം കഴിയും. ആനന്ദം മാഷ് ഒരു വാക്ക് പറഞ്ഞ എത്ര ലക്ഷം വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ 3 ഇരട്ടി ഇൻട്രസ്റ്റ് കൊടുക്കാം. പിന്നെ ഡെപ്പോസിറ്റേഴ്സിനെ കണ്ടെത്തി തരുന്നവർക്ക് ഒരു ചെറിയ പെർസെന്റേജ് കമ്മീഷനും ഉണ്ട്. അത് അമ്മാവന്റെ അക്കൗണ്ടിലേക്ക് വരും. നീ എന്താ എന്നെ കുറിച്ച് കരുതേ? കണ്ട ബ്ലേഡ് കമ്പനിക്കൊക്കെ വേണ്ടി പണം പിരിച്ച് അതിന്റെ കമ്മീഷൻ വാങ്ങി ജീവിക്കാൻ മാത്രം അനന്തം മാഷ് അത്രയ്ക്ക് തരം താഴ്ന്നു പോയെന്നോ? അയ്യോ അച്ഛാ, അത് രഘുവേട്ടന്റെ കമ്പനിയല്ലേ? ആരുടെ കമ്പനി ആയാലും ബ്ലേഡ് കമ്പനി തന്നെയാ. മനുഷ്യന്റെ കഴുത്തിറക്കുന്ന ഏർപ്പാട് ഇവൻ തുടങ്ങാൻ തീരുമാനിച്ചു തന്നെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോഴാ ഇവന്റെ കൂടെ പോയി പണം പിരിക്കണമെന്നും കൂടി പറയുന്നത്. ശരി, അമ്മാവൻ ഡെപ്പോസിറ്റർമാരെ റെക്കമെൻഡ് ചെയ്യണ്ട.
എന്റെ സ്ഥാപനത്തിന്റെ ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി എന്റെ കൂടെ ഒന്ന് വന്നൂടെ? എന്നെ ഈ നാട്ടുകാർക്ക് അത്ര വിശ്വാസമൊന്നുമില്ലെന്ന് അമ്മാവനറിയാലോ. ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. എന്നാലും ആളുകൾ അങ്ങനെയാ. എന്നാ അനന്തം മാഷിന്റെ അനുഗ്രഹത്തോടു കൂടിയ ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നതെന്ന് എല്ലാരും അറിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. രഘു, എന്നെ മുന്നിൽ നിർത്തിയല്ല നീയും നിന്റെ സ്ഥാപനവും പൊതുസമൂഹത്തിന് മുന്നിൽ വിശ്വാസം ആർജിക്കേണ്ടത്. നിന്റെ സ്ഥാപനം നീ സത്യസന്ധമായി നടത്തി കാണിച്ചുകൊണ്ടാവണം. നീ അതിനുവേണ്ടി പരിശ്രമിക്കൂ രഘു. അമ്മാവ, ഇങ്ങനൊരാവശ്യമായിട്ട് ഇന്ദ്രനാണ് വന്നിരുന്നെങ്കിൽ അമ്മാവൻ ഇപ്പൊ തന്നെ അവന്റെ കൂടെ ഇറങ്ങി തിരിക്കുമായിരുന്നില്ലേ? എനിക്കെന്താ, ദാസങ്ങളിനെ പോലുള്ള ഒരാളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണോ? അതോ ഞാൻ പണ്ടേ അമ്മാവന്റെ കാൽച്ചൂട്ടിൽ കിടന്നു പോയതുകൊണ്ടോ? എന്റെ കാൽച്ചൂട്ടിൽ കടന്നുപോയത് നിനക്കിപ്പോ ഒരു അപമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല രഘു. പിന്നെ ഇന്ദ്രൻ വിളിച്ചാൽ ഞാൻ പോകുമെന്നല്ലേ നീ പറഞ്ഞത്? എന്റെ മരുമകൻ ഇന്ദ്രനല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാലും എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യില്ല രഘു. നീ ഇനി അനന്തമാഷെ ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അച്ഛാ, അച്ഛൻ വന്നേ. സത്യ, നീ അറിഞ്ഞല്ലോ, തിങ്കളാഴ്ച കട ഓപ്പൺ ചെയ്യുന്നത്. 2 ദിവസം ലീവ് എടുത്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണം. സൺഡേ അല്ലെങ്കിൽ ലീവാണല്ലോ. തിങ്കളാഴ്ച കൂടി ഞാൻ ലീവ് എടുത്തോളാം. ഇന്ദ്ര, നീ കടയുടെ ഉദ്ഘാടനത്തിന് വേറെ ആരെയും ക്ഷണിക്കുന്നില്ലേ? അനന്തമാഷ വന്ന് വിളക്ക് കൊളുത്തിയത് കൊണ്ടോ ദേവദാസ് സാർ അത് നോക്കി കൈകൂപ്പിയത് കൊണ്ടോ കടയിൽ കച്ചവടം ഉണ്ടാവില്ല. മാർക്കറ്റിലെ നിനക്ക് പരിചയമുള്ളവരെ മുഴുവനും നീ ഒന്ന് പോയി കാണണം. സച്ചിയുടെ കടയിലെ പണിക്കാരനായിരുന്ന ഈ ഇന്ദ്രൻ മുതലാളിയായിന്ന് അവരും കൂടിയൊക്കെ ഒന്ന് അറിയട്ടെ. അത് വേണ്ടത് തന്നെയാ. 10 കൊല്ലം നീ കടന്ന് കറങ്ങിയ മാർക്കറ്റല്ലേ. ഇന്ദ്രൻ വളർന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. കഴിക്കാൻ എടുക്കട്ടെ ഭാനുമ്മേ? വേണ്ട മോളെ, ഭാനുമ്മയ്ക്ക് ഈ ചായ മാത്രം മതി. ഹോൾസെയിൽ ബിസിനസ് ആയതുകൊണ്ട് സാധനങ്ങൾ അടുക്കി വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. വരുന്ന ലോഡ് മുഴുവൻ കടയുടെ പുറകിലുള്ള ഗോഡൌണിലേക്കാ പോകുന്നത്. ഫ്രണ്ടിലൊരു ക്യാഷ് കൗണ്ടറും സാമ്പിൾസ് വെക്കാനുള്ള ഏരിയ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ക്ഷണിക്കേണ്ടത് റീറ്റെയിൽ ഷോപ്പുകാരെയാ. ഇന്ന് തന്നെ ഞാൻ അതിനായിട്ട് ഇറങ്ങും. അമ്മ പറഞ്ഞ പോലെ ഇന്ദ്രൻ ഷോപ്പ് തുടങ്ങാൻ പോകുന്ന കാര്യം ചിലരൊക്കെ സ്പെഷ്യലായിട്ട് അറിയിക്കാനുണ്ട്. അതാരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്ദ്ര. ഒരാളെയും വിട്ടുപോകണ്ട. പഴയ കണക്കുകളൊക്കെ തീർക്കാൻ നിനക്ക് ദൈവം തന്ന സമയം ഇത്. എന്റെ സുശീലേ, ഒരു നല്ല കാര്യം തുടങ്ങാൻ പോകുമ്പോ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും നിന്റെ മോന്. കണക്ക് തീർക്കാൻ നടക്കാതെ അവൻ കച്ചവടം ചെയ്ത് ജീവിക്കട്ടെ. എന്റെ ഇന്ദ്രനെ ആരും കച്ചവടം പഠിപ്പിക്കണ്ട ഭാനുമ്മേ. എന്റെ മോൻ അതിൽ കേമൻ തന്നെയാ. എവനെ കണ്ട് വേറെ ചിലര് കച്ചവടക്കാരന്റെ കുപ്പായം തയ്പ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നടത്തുന്നത് ബ്ലേഡ് കമ്പനിയാണെന്ന് മാത്രം. രഘുവിന്റെ കാര്യമാണോ അമ്മ പറയുന്നേ? അതൊരു വലിയ രസമാ. ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ഇല്ലാത്തൊരു പെണ്ണിനെ പ്രശസ്ത സിനിമാ നടിയാണെന്നും പറഞ്ഞ് ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുക. പറ്റിപ്പ്, ആളെ പറ്റിച്ച് എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നടക്കുക അവൻ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. രഘുവേട്ടൻ അമ്മയെ പറ്റിക്കാൻ വന്നില്ലല്ലോ. നീ എന്തിനാടാ അവന് വക്കാലത്തും കൊണ്ട് വരുന്നത്?
അവൻ നിന്റെ ആരാ? അവന്റെ ആരും അല്ലെങ്കിലും രഘുവേട്ടൻ എന്റെ ചേച്ചിയുടെ ഭർത്താവാ അമ്മേ. അതിലുപരി എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാ. സത്യം ചോദിച്ച ചോദ്യം എനിക്ക് ചോദിക്കാലോ അല്ലേ? രഘുവേട്ടന് അമ്മയെ പറ്റിക്കാൻ വന്നോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മേ എന്റെ ബന്ധുവിനെ കുറിച്ച് എന്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നത്? അനു മതി. അമ്മയുടെ വീട്ടിലിരുന്ന് അമ്മയ്ക്ക് എന്തും പറയാം. രഘു അത്ര വലിയ ഹരിശ്ചന്ദ്രനൊന്നും അല്ലല്ലോ. അവൻ പലർക്കും കാശ് കൊടുക്കാനുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ആരാ എന്തിരേട്ട വലിയ ഹരിശ്ചന്ദ്രൻ? രഘുവേട്ടന്റെ ഒരു കടവും ഇതുവരെ എന്റെ അച്ഛന് വീട്ടേണ്ടി വന്നിട്ടില്ല. ഇന്ദ്രേട്ടനും അമ്മയും അതെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാ. വടി കൊടുത്ത് അടി വാങ്ങിക്കാന്ന് പറഞ്ഞാ ഇതാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സുശീല നിനക്ക്? ആ ഞാഞ്ഞൂല് പടമെടുക്കുന്നത് നിങ്ങൾ രണ്ടാളുടെയും പിൻബലത്തിലാ. അത് ഈ വീട്ടിൽ വേണ്ട. അവളെന്തായാലും നാളെ ഇവിടുന്ന് പോവുക. പിന്നെ ഞാനേ ഉണ്ടാവൂ ഇവിടെ. അത് മറക്കണ്ട രണ്ടാളും. പോയത് കേട്ടാ. ഇതാ അമ്പിളി, ഇത് കൈവച്ചു. മോളെവിടേക്ക് പോ? അച്ഛാ, ഞാൻ രഘുവേട്ടന്റെ കൂടെ. അമ്മാവ, ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് കിട്ടിയില്ലെങ്കിൽ ഫൈനാൻസ് കമ്പനി പച്ച തൊടില്ല അമ്മാവ. അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി ഒന്ന് ഇറങ്ങുക. ഓ, ഞാൻ നിന്റെ കൂടെ വരാത്തതുകൊണ്ട് എന്റെ മോളെ നീ കഷ്ടപ്പെടുത്താൻ നോക്കുവാണോ രഘു? അയ്യോ, എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല അച്ഛാ. രഘുവേട്ടന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ. അമ്പിളിയും കൂട്ടി പോയാ ഞാൻ എന്റെ പഴയ കയ്യിലിരിപ്പൊക്കെ അവസാനിപ്പിച്ചെന്ന് ആളുകൾ വിശ്വസിച്ചോളൂ. അമ്മാവനെ പോലെ തന്നെ അമ്മാവന്റെ മകളെയും നാട്ടുകാർക്ക് നല്ല വിശ്വാസവും ബഹുമാനവും ഒക്കെയാ. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കരപിടിച്ചല്ലേ പറ്റൂ. അമ്പിളി നിന്റെ ഭാര്യ. നിന്നെ സഹായിക്കാൻ അവൾ വരാൻ പാടില്ലെന്നോ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലെന്നോ ഒന്നും എനിക്ക് പറയാൻ അധികാരമില്ല. പക്ഷേ അമ്പിളി ഇപ്പൊ ഒറ്റത്തടിയല്ല. അവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് 2 പേരോടും കൂടിയാ. കുഴപ്പമില്ല അമ്മാവ, ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോകോളാം. എല്ലാം നടക്കണ്ടേ? അതെ അച്ഛാ, എനിക്കൊന്നും സംഭവിക്കില്ല. രഘുവേട്ടന്റെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം. ചേച്ചി രഘുവേട്ടനും പോയിട്ട് വരട്ടെ അച്ഛാ. ഇനി ഫൈനാൻസ് കമ്പനി തുടങ്ങാൻ അധിക ദിവസമില്ലല്ലോ. അമ്മാവൻ പേടിക്കണ്ട. ഞങ്ങൾ അനന്തൻ മാഷിന്റെ മകളും മരുമകനുമാണെന്നേ പരിചയപ്പെടുത്തുള്ളൂ. അല്ലാതെ ആ പേര് പറഞ്ഞ് ഞങ്ങൾ പറ്റിക്കൊന്നുമില്ല. അതെ അച്ഛാ, അച്ഛന് പേരുദോഷം വരുത്തുന്നതൊന്നും രഘുവേട്ടൻ ഇനി ചെയ്യില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കേയില്ല. ഞാൻ പൊക്കോട്ടെ അച്ഛാ. ശരി, സൂക്ഷിച്ചു പോണം. ശരി അച്ഛാ. അമ്മാവ, പോയിട്ട് വരാം. വാമ്പിളി. ആന്റി, ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സോനയാ. മനസ്സിലായി. കുട്ടി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ആരാ സഹോദരി? അങ്കിൾ, ഞാനാ. എന്താ ആന്റിയും അങ്കിളും എന്നോട് യാതൊരു പരിചയഭാവം പോലും കാണിക്കാത്തത്? ഞാനൊരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലോ. മോളതിനെപ്പോ ഇങ്ങോട്ട് വന്നേ? ഗോകുലിനെ കാണാനാണോ? എങ്കിൽ അവൻ ഇവിടെ ഇല്ല.
ഗോകുലേട്ടനെ കാണാൻ വേണ്ടി മാത്രമല്ല, അങ്കിളിനെ ആന്റിയെയും ഇന്ദു ചേച്ചിയും ഒക്കെ കാണാനാ വന്നത്. എന്റെ ഏട്ടനും അമ്മയും നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനെല്ലാം ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് മാപ്പ് പറയാം. അയ്യോ, എന്താ കുട്ടി ഈ കാണിക്കുന്നേ? എനിക്കിതല്ലേ ചെയ്യാൻ പറ്റൂ ആന്റി. അവര് ചെയ്ത തെറ്റിന് എന്നെ നിങ്ങൾ വെറുക്കല്ലേ പ്ലീസ്. എനിക്ക് നിങ്ങളൊക്കെ വേണം അങ്കിൾ. ആരെ മറക്കാൻ എനിക്ക് പറ്റാത്തോണ്ടാ. കുട്ടി കരയാതിരിക്കും. നിന്നോട് ഞങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ നീ ഇവിടെ വരുന്നത് ഒരിക്കലും നിന്റെ അമ്മയെ ഏട്ടനും അംഗീകരിക്കില്ല. അതെനിക്ക് അറിയാം അങ്കിൾ. ഞാനിവിടെ വരുന്നോന്നറിഞ്ഞ അവര് നിങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്ത. ഇതൊക്കെ അറിയാതിരുന്നിട്ടും നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കണം. ദയവായിട്ട് നീ ഒന്ന് തിരിച്ചു പോ. അതെ, നീ ഞങ്ങളെയൊക്കെ കണ്ടല്ലോ. നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി മോൾ ഇവിടെ നിൽക്കണ്ട. അങ്കിൾ, എന്നെ ഇത്ര വേഗം പറഞ്ഞു വിടല്ലേ. എനിക്ക് ഇന്ദു ചേച്ചിയും ഗോകുലേട്ടനെ കാണണം. ആ സോന, നീ എപ്പോ വന്നു? ഇതെന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ചേച്ചി, അങ്കിളിനോടും ആന്റിയോടും എന്നെ പറഞ്ഞു വിടല്ലെന്ന് പറയേച്ചി. കുറച്ചു നേരമെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പ്ലീസ്. നീ കരയാതെ, നമുക്ക് കുറച്ചു നേരം മോളിൽ പോയിരിക്കാം. ഇന്ദു, സാരമില്ലമ്മേ. സോന എന്ത് ചെയ്തിട്ടാ? ഇനി ഇവള് സങ്കടമൊക്കെ മാറിയിട്ട് പോയാ മതി. വാ സോന, വാ. അതെ സച്ചേട്ടാ, അവൾ ഗോകുലിനെ കണ്ടിട്ടേ പോകുന്നാ തോന്നുന്നേ. ഇന്ദു അതിന് സപ്പോർട്ട് ചെയ്യുവാ. കണ്ടിട്ട് പോന്നേ, കണ്ടിട്ട് പോട്ടെ. ഞാൻ അവനെ വിളിക്കാം. സച്ചേട്ടാ, പിന്നെന്ത് ചെയ്യും? എത്രയും വേഗം അവൻ വന്ന് ആ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞു വിടട്ടെ. അത് മാത്രമേ ഒരു വഴിയുള്ളൂ.